ഹായ്, എല്ലാവർക്കും എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്ക് ഒരു പുതിയ ഫിഷ് കറി നോക്കാം. ഒരു മൊറോക്കൻ ഫിഷ് കറി നോക്കാവേ. നല്ല ടേസ്റ്റിയാണ്, ബ്രെഡിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് ഫിഷ് ഫില്ലേ ആവശ്യമുള്ളത്. ഫിലോപ്പിയ എന്നൊക്കെ പറയുന്ന മീൻ പോലത്തെ മീനാണ് എടുക്കേണ്ടത്, അതിൻ്റെ ഫില്ലേ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, ഞാനിവിടെ ഹാൽപ്പിനോ എടുത്തിരിക്കുന്നത്, തക്കാളി വേണം, നല്ലപോലെ മല്ലിയില വേണം. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിയുക, മല്ലിയില നല്ലപോലെ ഒരു പിടി വേണം, അതിൻ്റെ രുചി നല്ല രുചിയായിട്ട് ഇതിന് കിട്ടണമേ. എന്നിട്ട് അതിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് തക്കാളി എടുക്കുക, ഒരു 3-4 മീഡിയം സൈസ് തക്കാളി മതി. അതിനെ നന്നായിട്ട് കുനുകുനാന്ന് അരിയുക. അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന പച്ചമുളക്, നമുക്ക് ഈ മുളക് കിട്ടിയില്ലെങ്കിൽ പച്ചമുളക് മതി, ഉണ്ടവളമൊക്കെ എടുക്കാം കേട്ടോ. എരിവ് ഈ കറിക്ക് ഇതാണ് വരുന്നത്. പക്ഷെ ഇച്ചിരി മുഴുപ്പിലാണ് ഇത് അരിയേണ്ടത്. ഉണ്ടവളമാണെങ്കിൽ അരിയേണ്ടി വരത്തില്ല കേട്ടോ. പിന്നെ നമുക്കിതിനകത്ത് ആവശ്യമുള്ളത് പാപ്രിക്ക പൊടിയാണ്, അത് കളറിന് വേണ്ടിയിട്ടാണ്. നമുക്ക് കാശ്മീരി പൗഡർ ചേർക്കാൻ പറ്റും. പിന്നെ ഉപ്പ്, ഇത്രയും സാധനം നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തക്കാളിയും ഈ മല്ലിയിലയും കൂടെ ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച്, അതായത് 2-3 ടീസ്പൂൺ പാപ്രിക്കായും ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഞെരടണം. ഈ മല്ലിയിലേനെയും ഈ തക്കാളിനെയും കൂടെ നല്ലപോലെ ഞെരടിയിട്ട് നല്ലതായിട്ട് ഇതുണ്ട് ഈ പരുവത്തിൽ ഞെരടിയെടുക്കണം. എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെക്കുക. ഒരു പാൻ തീയെ വെച്ച് എണ്ണ ഒഴിച്ച് തീ കത്തിക്കാതെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മുളക് നിരത്തി വെക്കുക. നിരത്തി നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ആകുന്ന പോലെ വെക്കുക. ഈ മുളക് കൊണ്ടാണ് നമുക്ക് എരി കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഫില്ല് നമ്മളിങ്ങനെ അടുക്കി വെക്കുക. അടുക്കി വെച്ചതിന് ശേഷം അടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഒന്നിൻ്റെ മുകളിൽ വരാതെ കുറച്ച് ഒന്ന് അകലിട്ട് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് തിളച്ച് വരുമ്പോഴത്തേനും നല്ലതായിട്ട് എല്ലായിടത്തും ആയിക്കോളും. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സ് ഉണ്ടല്ലോ, തക്കാളിയുടെ മല്ലിയുടെ ഒക്കെ ആ മിക്സ് അതിനകത്തോട്ട് ഈ മീൻ്റെ മുകളിലോട്ട് നന്നായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ല എല്ലായിടത്തും പറ്റുന്ന ഈ വിധത്തിൽ ആക്കി വെക്കുക. എന്നിട്ട് ആ പാത്രം ഒന്ന് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ തിള വന്നു തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുക, ആവശ്യത്തിന് വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് തന്നെ കുറച്ച് ഇറങ്ങുമേ. അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളം മതി. മൂടി വെക്കുക, നന്നായിട്ട് വേവിക്കുക. ഈ സമയത്തുണ്ടല്ലോ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ലപോലെ തിള ഇങ്ങനെ വന്ന് ഒരു കുറച്ച് നേരം മതി, അന്നേരത്തേനും തന്നെ ഇത് റെഡിയാവും. വെള്ളം ഒന്ന് ഈ പരുവത്തിലൊന്ന് പറ്റണേ. കാരണം നമുക്ക് ബ്രെഡ് കൂട്ടിയും ഇത് ചപ്പാത്തിയൊക്കെ കഴിക്കാം. അപ്പോൾ ശകലം വെള്ളം വേണം. ഇതുപോലെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഇതാണ് ബ്രെഡ് കൂട്ടി കഴിക്കാനൊക്കെ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. താങ്ക് യു സോ മച്ച്.